71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് ഡൽഹിയിൽ വിതരണം ചെയ്യും. വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങും. 5 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്ന ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇതടക്കം മോഹൻലാലും ഇന്ന് രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾ. മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരട്ടി മധുരമാണ്. കാരണം നാഷണൽ അവാർഡ്, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം തന്നെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഇന്ന് ഏറ്റുവാങ്ങുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് വിഖ്യാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഏകദേശം 5 പുരസ്കാരങ്ങളാണ് മലയാള സിനിമയ്ക്ക് മാത്രമായി ലഭിച്ചിരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം തന്നെ പ്രധാനമായും ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം, ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും ഇന്ന് വിതരണം ചെയ്യും. മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും. 5 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും, ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയുമാണ് ഏറ്റുവാങ്ങുക. പാർവതിയും ഉർവശിയുമായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഉർവശിക്ക് ഈ അവാർഡ് കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ ഒരു വിമർശനവും ഉർവശി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനമായും ഉർവശി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിന്റെ അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സഹനടിക്കുള്ള പുരസ്കാരം തനിക്ക് ലഭിച്ചത്? ഒരു പ്രായം കഴിഞ്ഞാൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉർവശി ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ നാഷണൽ അവാർഡിൽ ആട്ടം സിനിമയ്ക്കായിരുന്നു മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇനി അവാർഡ് വിതരണത്തിന് ശേഷം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംഘടിപ്പിച്ചിരിക്കുന്ന അത്താഴ വിരുന്നിലടക്കം ഈ പ്രധാനമായും ഈ അവാർഡ് ജേതാക്കൾ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ മികച്ച എഡിറ്റർ പുരസ്കാരം പൂക്കാലം സിനിമയിലെ എഡിറ്റർ ആയിട്ടുള്ള മിഥുൻ മുരളിയാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നോൺ ഫീച്ചർ സിനിമ വിഭാഗത്തിൽ KM രാംദാസ് സംവിധാനം ചെയ്ത നെഗലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ 5 പുരസ്കാരങ്ങളാണ് മലയാള സിനിമയ്ക്ക് മാത്രം ഇത്തവണ ലഭിക്കുന്നത്. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. ജവാനിലെ പ്രകടനത്തിന്, അറ്റ്ലി സംവിധാനം ചെയ്ത ജവാനിലെ പ്രകടനത്തിനാണ് ഷാറൂഖ് ഖാൻ മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുക. ഷാറൂഖ് ഖാന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ നാഷണൽ അവാർഡാണ് ഇന്ന് ലഭിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുക റാണി മുഖർജിയാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുക കേരള സ്റ്റോറിയിലൂടെ സുദീപ്തോ സെന്നാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്ന് 4 മണിക്കാണ് ഈ പ്രധാനമായും ഈ ചടങ്ങ് നടക്കുക. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ പോയ വർഷം മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആട്ടമായിരുന്നു. കാന്താരയിലൂടെ ഋഷഭ് ഷെട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖുമായിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരട്ടി മധുരം എന്ന് തന്നെ പറയാൻ സാധിക്കും. മോഹൻലാൽ, മലയാളത്തിന്റെ മികച്ച നടനായിട്ടുള്ള മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ന് ഏറ്റുവാങ്ങുന്നുണ്ട്. ഉർവശിയും കൂടാതെ തന്നെ വിജയരാഘവനും സഹനടിക്കും സഹനടനുള്ള പുരസ്കാരവും ഇന്ന് ഏറ്റുവാങ്ങും. ശരി, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് ഡൽഹിയിൽ വിതരണം ചെയ്യുകയാണ്. വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതിയായിരിക്കും വിതരണം ചെയ്യുക. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലും ഏറ്റുവാങ്ങും. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 5 പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇരട്ടി മധുരം നൽകുന്നതാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ സ്വന്തം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങുന്നു എന്നതും അത് മലയാള സിനിമ അല്ലെങ്കിൽ സിനിമാ പ്രേമികളെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.